നമസ്കാരം. യുദ്ധത്തിന്റെ കനൽക്കാറ്റ് മനുഷ്യരാശിയുടെ മേൽ വീശിക്കൊണ്ടിരിക്കുമ്പോൾ ആ കനലിൽ ദൈവത്തിന്റെ നാമം ചൊല്ലിപ്പിടിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു വിചിത്രവും ഭീതിജനകവുമായ പ്രവണതയാണ് ലോകം വീണ്ടും കാണുന്നത്. ഇറാനെതിരായ യുദ്ധവിജയത്തിനായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ജനങ്ങളോട് ആഹ്വാനം ചെയ്ത സംഭവം യുദ്ധത്തിന്റെ ക്രൂരതയ്ക്ക് ഒരു ആത്മീയ മുഖം കെട്ടിക്കൊടുക്കാനുള്ള അപകടകരമായ നീക്കമായാണ് വിലയിരുത്തപ്പെടുന്നത്. മനുഷ്യരെ കൊല്ലാനുള്ള ആയുധങ്ങൾ തയ്യാറാക്കുന്ന കൈകൾ തന്നെയാണ് ദൈവത്തോട് അനുഗ്രഹം ചോദിക്കുന്നത് എന്ന വൈരുദ്ധ്യം ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും ഇരുണ്ട സത്യങ്ങളിൽ ഒന്നായി മാറുന്നു. ഇറാൻ യുദ്ധത്തിലെ വിജയത്തിനായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദിവസവും മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് ജനങ്ങളോട് ആഹ്വാനം ചെയ്തത് കഴിഞ്ഞ ദിവസമാണ്. യുദ്ധം തുടങ്ങിയതിനു പിന്നാലെ ഓവൽ ഹൌസിൽ ക്രിസ്ത്യൻ ഇവാഞ്ചലിസ്റ്റ് പാസ്റ്റർമാർ പ്രസിഡന്റ് ട്രംപിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ക്രിസ്തുവിന്റെ നാമത്തിൽ വിശുദ്ധ യുദ്ധം നയിക്കുകയാണ് ട്രംപ് എന്ന് പ്രഖ്യാപിക്കുന്ന US ഇവാഞ്ചലിസ്റ്റ് ബില്ലി ഗ്രഹാമിന്റെ വീഡിയോയും പുറത്തു വന്നിരുന്നു. അമേരിക്കയിലുടനീളമുള്ള നിരവധി ഇവാഞ്ചലിസ്റ്റ് പാസ്റ്റർമാർ ട്രംപിന് യുദ്ധവിജയം ഉണ്ടാകാൻ പ്രത്യേക പ്രാർത്ഥനകൾ സംഘടിപ്പിച്ചിരുന്നു. ഈ യുദ്ധം വെറുമൊരു രാഷ്ട്രീയ പോരാട്ടമല്ല എന്നും മറിച്ച് വിശ്വാസവും അധർമ്മവും തമ്മിലുള്ള യുദ്ധമാണ് എന്നുമാണ് ഈ പാസ്റ്റർമാർ പ്രഖ്യാപിച്ചത്. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമാണ് മാർപ്പാപ്പയുടെ ഇക്കാര്യത്തിലുള്ള നിലപാട്. അമേരിക്കയിൽ ജനിച്ച ആദ്യത്തെ മാർപ്പാപ്പയായ ലിയോ 14 ഇക്കാര്യത്തിൽ തികച്ചും വ്യത്യസ്തമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. പ്രസിഡന്റ് ട്രംപും പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്തും അടക്കമുള്ള പ്രമുഖർ യുദ്ധത്തിന്റെ തുടക്കം മുതൽ അതിനെ മഹത്വൽക്കരിക്കാൻ ശ്രമിച്ചപ്പോൾ അല്ലെങ്കിൽ മതവൽക്കരിക്കാൻ ശ്രമിച്ചപ്പോൾ മാനവികതയുടെ തലത്തിൽ നിന്നുകൊണ്ട് യുദ്ധത്തിനും ഹിംസയ്ക്കുമെതിരായ നിലപാടാണ് പോപ്പ് സ്വീകരിച്ചത്. ഈസ്റ്ററിന് മുന്നോടിയായി വ്യാഴാഴ്ച രാവിലെ കുർബാനയ്ക്കിടെ നൽകിയ സന്ദേശത്തിൽ ഇക്കാര്യത്തിൽ മാർപ്പാപ്പ വീണ്ടും നിലപാട് വ്യക്തമാക്കി. ആധിപത്യത്തിനുള്ള ആഗ്രഹത്താൽ പലപ്പോഴും ക്രൈസ്തവ ദൗത്യം വികലമാക്കി അവതരിപ്പിക്കപ്പെടുന്നുണ്ട് എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു. ഇത് ക്രിസ്തുവിന്റെ മാർഗത്തിന് തികച്ചും അന്യമാണ്. കത്തോലിക്ക പ്രബോധനങ്ങൾക്ക് നിരക്കാത്ത കാര്യങ്ങൾക്കായി ക്രൈസ്തവ വിശ്വാസത്തെ ദുരുപയോഗം ചെയ്യുന്ന രീതികളെയും അദ്ദേഹം എടുത്തു പറഞ്ഞു. റോമിലെ ബിഷപ്പിന്റെ കത്തീഡ്രലായ സെന്റ് ജോൺ ലാറ്ററൽ ബസിലിക്കയിൽ നടന്ന വിശുദ്ധ വ്യാഴാഴ്ച ചടങ്ങിലെ പ്രസംഗത്തിൽ അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്: മറ്റുള്ളവരെ കീഴടക്കുമ്പോൾ നമ്മൾ നമ്മെ തന്നെ ശക്തരായി കരുതുന്നു. നമുക്ക് തുല്യരായവരെ നശിപ്പിക്കുമ്പോൾ നമ്മൾ വിജയികളാണെന്ന് കരുതുന്നു. മറ്റുള്ളവർ നമ്മെ ഭയപ്പെടുമ്പോൾ നമ്മൾ വലിയവരാണെന്ന് കരുതുന്നു. എന്നാൽ ദൈവം നമുക്ക് നൽകിയ മാതൃക കീഴടക്കാനല്ല, മറിച്ച് വിമോചിപ്പിക്കാനാണ്. ജീവൻ നശിപ്പിക്കാനല്ല, മറിച്ച് അത് നൽകാനാണ്. അമേരിക്കയും ഇസ്രയേലും ഇറാനെതിരെ ബോംബാക്രമണം ആരംഭിച്ചതു മുതൽ അക്രമം അവസാനിപ്പിക്കണമെന്നും സംഘർഷം പരിഹരിക്കാൻ സമാധാന ചർച്ചകളിലേക്ക് മടങ്ങണമെന്നും മാർപ്പാപ്പ നിരന്തരം ആവശ്യപ്പെടുന്നു. യുദ്ധത്തിനായി യേശുവിന്റെ നാമം ഉപയോഗിക്കുന്നതിനെതിരെ മാർച്ച് അവസാനത്തിൽ നടന്ന ഒരു ഞായറാഴ്ച പ്രസംഗത്തിലും മാർപ്പാപ്പ മുന്നറിയിപ്പ് നൽകിയിരുന്നു. യുദ്ധം ചെയ്യുന്നവരുടെ പ്രാർത്ഥനകൾ യേശു കേൾക്കില്ല എന്നും മറിച്ച് അവ നിരസിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അമേരിക്കയിൽ ജനിച്ച ആദ്യത്തെ മാർപ്പാപ്പയായ ലിയോ 14 തന്റെ ആദ്യ വർഷത്തിലുടനീളം അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഇടപെടാതിരിക്കാനും വൈറ്റ് ഹൌസുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടൽ ഒഴിവാക്കാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം പ്രസിഡന്റ് ട്രംപ് കുടിയേറ്റക്കാരെ നാടുകടത്തൽ നടപടികൾ ശക്തമാക്കിയപ്പോൾ കുടിയേറ്റക്കാരെ ശക്തമായി പിന്തുണയ്ക്കാൻ അമേരിക്കൻ ബിഷപ്പുമാരെ പ്രോത്സാഹിപ്പിച്ചതുപോലെ മറ്റു വഴിയിലാണ് അദ്ദേഹം ഇടപെടലുകൾ നടത്തിയതെന്ന് ന്യൂയോർക്ക് ടൈംസ് ചൂണ്ടിക്കാട്ടി. US പ്രസിഡന്റിന് നൽകാൻ എന്തെങ്കിലും സന്ദേശമുണ്ടോ എന്ന് മാധ്യമപ്രവർത്തകർ നേരിട്ട് ചോദിച്ചപ്പോൾ മാത്രമാണ് അദ്ദേഹം ട്രംപിനെ കുറിച്ച് പരാമർശിച്ചത്. യുദ്ധം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതായി പ്രസിഡന്റ് ട്രംപ് പ്രസ്താവിച്ചതായി അറിഞ്ഞു. അക്രമങ്ങളും ബോംബാക്രമണങ്ങളും കുറയ്ക്കാനുള്ള ഒരു വഴി അദ്ദേഹം തേടുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് മാർച്ച് 31 റോമിന് പുറത്തുള്ള തന്റെ വേനൽക്കാല വസതിയായ കാസ്റ്റൽ ഗാൻഡോൾഫോയിൽ വെച്ച് മാർപ്പാപ്പ പറഞ്ഞത്. യുദ്ധത്തെക്കുറിച്ച് താൻ ട്രംപുമായി നേരിട്ട് സംസാരിച്ചിട്ടില്ല എന്നും മാർപ്പാപ്പ വ്യക്തമാക്കി. എന്നാൽ വെള്ളിയാഴ്ച രാവിലെ ഇസ്രയേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗുമായി അദ്ദേഹം ഫോണിൽ സംസാരിക്കുകയും നീതിപൂർവവും ശാശ്വതവുമായ സമാധാനം ഉറപ്പാക്കാൻ ചർച്ചകളുടെയും സംഘർഷം അവസാനിപ്പിക്കുന്നതിന്റെയും പ്രാധാന്യം ആവർത്തിക്കുകയും ചെയ്തതായി വത്തിക്കാൻ പ്രസ്താവനയിൽ അറിയിച്ചു. പ്രാർത്ഥന സമാധാനത്തിനും കരുണയ്ക്കും മനുഷ്യ സ്നേഹത്തിനുമുള്ള ഒരു വഴിയാകുമ്പോൾ അതിനെ യുദ്ധവിജയത്തിനായുള്ള ഉപാധിയായി ഉപയോഗിക്കുന്നത് ആത്മീയതയുടെ തന്നെ അപമാനമായാണ് മാറുന്നത്. ഇവിടെ ദൈവം ഒരു കരുണാമൂർത്തിയായി അല്ല, മറിച്ച് യുദ്ധത്തിന് പിന്തുണ നൽകുന്ന ഒരു ശക്തിയായി അവതരിപ്പിക്കപ്പെടും. ഈ സമീപനം മനുഷ്യരുടെ മനസ്സുകളിൽ ഭയം വിതയ്ക്കുന്നതോടൊപ്പം മതത്തെ തന്നെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുന്ന ഭീഷണിയാവുകയാണ്. യുദ്ധഭൂമിയിൽ വീഴുന്ന ഓരോ ജീവനും ഒരേപോലെ വിലപ്പെട്ടതാണെന്ന സത്യം മറന്നുകൊണ്ട് വിജയം എന്ന പേരിൽ നടക്കുന്ന ഈ പ്രാർത്ഥനകൾ മനുഷ്യരാശിയുടെ മൂല്യങ്ങളെ തന്നെ ചോദ്യം ചെയ്യുന്നു. ദൈവത്തിന്റെ പേരിൽ യുദ്ധം ന്യായീകരിക്കപ്പെടുമ്പോൾ അത് ദൈവവിശ്വാസത്തിന്റെ ഉദ്ദേശത്തെയും ആത്മാവിനെയും തകർക്കുന്ന പ്രവണതയാവും. മനുഷ്യരെ കൊല്ലാൻ ചെകുത്താന്മാർ ദൈവത്തെ കൂട്ടുപിടിക്കുന്നുവെന്ന തോന്നൽ ഉണർത്തുന്ന ഈ സംഭവങ്ങൾ ലോകം എത്ര അപകടകരമായ വഴിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നതിന്റെ കനത്ത മുന്നറിയിപ്പാണ്.